ക്രോഷ്യ കലാകാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ക്രോഷ്യ പൈനാപ്പിൾ ഡോളിയുടെ പാർട്ട് 3 ആണ്. എല്ലാവരും പാർട്ട് 2 കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ പാർട്ട് 2 കാണുക, അതിനുശേഷം പാർട്ട് 3 കാണുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും വേണം. സ്ലിപ്പ് സ്റ്റിച്ച്, വീണ്ടും ഒരു ചെയിൻ. ഈ ചെയ്തത് ഒരു ചെയിനായിട്ട് കണക്കാക്കുന്നില്ല. 1 2 3 4 5 6 ചെയിൻ. ഈ ഒരു പോർഷനിൽ 1 DC 2 3 1 2 3 ചെയിൻ 3 DC. One, 2, 3, 4, 5, 6. ഈ ഒരു പോയിന്റിൽ സിംഗിൾ ക്രോഷ്യ. ചെയിൻ 1 2 3 4 5 6. ഈ 6 ചെയിൻ ചെയ്ത ഈ ഒരു പോർഷനിൽ 1 DC, ചെയിൻ 1 2 3, സെയിം അതിൽ തന്നെ DC, ചെയിൻ 1 2 3 4 5 6. ഈ പോർഷനിൽ സിംഗിൾ ക്രോഷ്യ. ചെയിൻ 1 2 3 4 5 6. ഈ ഒരു പോർഷനിൽ 3 DC, 3 ചെയിൻ 3 DC. നെക്സ്റ്റ് വീണ്ടും പഴയ കണക്ക് തന്നെ 3 ചെയിൻ 3 DC. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഈ റൗണ്ട് ഫുള്ളും ചെയ്തിട്ട് വരാം. ചെയിൻ 1 2 3 4 5 6. നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഈ ഒരു പോർഷനിൽ കുറച്ച് അടുത്ത് പോയി, എന്നാലും സാരമില്ല. ഈ ചെയിനിൽ ഫസ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഇവിടുന്ന് ചെയിൻ 1 2 3 4 5 6 7 ചെയിനാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു പോർഷനുള്ളിൽ 3 ചെയിൻ്റെ പോർഷനുള്ളിൽ 3 DC, 1 2 3 ചെയിൻ. സെയിം പോർഷനിൽ 1 DC 1 2 3 ചെയിൻ. സെയിം അതിൽ തന്നെ 3 DC. നെക്സ്റ്റ് 1 2 3 ചെയിൻ. ഈ ഒരു ഇതിൽ സിംഗിൾ ക്രോഷ്യ 1 2 3, സിംഗിൾ ക്രോഷ്യ 1 2 3, സിംഗിൾ ക്രോഷ്യ. ചെയിൻ 1 2 3. ഈ ഒരു പോർഷനിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ
3DC, 3 chain, 1DC, 1 2 3 3 chain, 3DC. ഈ ഒരു പോർഷനിലാണ് നമുക്ക് ചെയ്യേണ്ടത്. 1 2 3 4 5 6 ചെയിൻ. ഈ പോർഷനിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 1 2 3 4 5 ചെയിൻ. ഈ പോർഷനിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 1 2 3 4 5 6. ഈ 3 ചെയിനുള്ളിൽ 1DC, 1 2 3 ചെയിൻ, 1DC. Again 1 2 3 4 5 6. ഈ പോർഷനുള്ളിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 1 2 3 4 5. നെക്സ്റ്റ് ഇതിനുള്ളിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 1 2 3 4 5 6. വീണ്ടും again 3DC, 3 chain, 1DC, 3 chain, 3DC. 3DC, 1 2 3 DC, 1 2 3 3DC. അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ചെയിൻ 1 2 3 4 5. ഇവിടെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1 ഇട്ട് ഈ yarn ഇവിടെ കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. പോർഷനിൽ നിന്നാണ്, അതായത് 1DC, 3 ചെയിൻ, 1DC. ആ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലിപ്പ് നോട്ട്. കാരണം അവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഇവിടുത്തെ ആ ഭംഗി ഉണ്ടാവില്ല. അപ്പം അതാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ yarn കട്ട് ചെയ്ത് ഇതിലേക്ക് എടുക്കുന്നത്. ചെയിൻ 1 ഇതൊന്ന് ടൈറ്റ് ചെയ്തു. 1 2 3 1 2 3. ടോട്ടൽ 6 ചെയിൻ. സെയിം പോയിന്റിൽ തന്നെ 1DC. നെക്സ്റ്റ് 1 2 3 4 5 6 ചെയിൻസ്. Skip this 6 chain. നെക്സ്റ്റ് ഈ 5 ചെയിനുള്ളിൽ 5DC. One DC, 2 3 4 5. One 2 3 4 5 6 ചെയിൻ. നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ 1DC, 2DC, 3DC. 1 2 3 ചെയിൻ.
സെയിം അതിനുള്ളിൽ തന്നെ 1DC 2DC. നെക്സ്റ്റ് പോർഷനുള്ളിൽ 1DC 2DC 1 2 3 ചെയിൻ. ഈ സെയിം പോർഷനിൽ തന്നെ 3DC. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോർഷൻ ചെയ്തേക്കുന്നത്. കണ്ടിന്യൂ ചെയ്യാം. 1 2 3 ചെയിൻ, സിംഗിൾ ക്രോഷേ 1 2 3 ചെയിൻ, സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3, 1DC 2DC 3DC 1 2 3 chain, 1DC 2DC 1DC 2DC 1 2 3 chain, 1DC 2DC 3DC. വീണ്ടും നെക്സ്റ്റ് 1 2 3 4 5 6. നെക്സ്റ്റ് 5 ചെയിനിൽ 5DC. 1 2 3 4 5. നെക്സ്റ്റ് 1 2 3 4 5. പോർഷനുള്ളിൽ നമ്മൾ ഫസ്റ്റ് ആദ്യം ചെയ്ത് കണക്ക് തന്നെ റൗണ്ട് ഫസ്റ്റ് ചെയ്ത് കണക്ക് തന്നെ 1DC 1 2 3 ചെയിൻ, 1DC. ഇതേപോലെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് 6 ചെയിൻ, 5DC 60. 1 2 3 third chainൽ slip stitch. പോർഷനുള്ളിൽ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1 2 3 4 5 6, 1DC, chain 1 2 3 4 5 ചെയിൻ. ഈ ഒരു ചെയിനിൽ 1DC 1 ചെയിൻ, 1DC 1 chain, 1DC 1 chain, 1DC 1 chain, 1DC, chain 1 2 3 4 5, 1DC 2DC
3DC, 1 2 3, 2DC. നെക്സ്റ്റിൽ അതേപോലെ തന്നെ 2DC, 3 chain, 3DC. chain 1 2 3, ഇതിൽ single crochet, chain 1 2 3, വീണ്ടും 3DC, 3 chain, 3DC. ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാം. ചെയിൻ 1 2 3 4 5, ഈ റൗണ്ട് ലാസ്റ്റാണ് ഇവിടെ. ഈ 5 ചെയിനിന് മുകളിൽ 1DC, എല്ലാ ചെയിനിലും 1DC, 1 ചെയിൻ 1DC ചെയ്യണം. chain 1 2 3 4 5, 1 2 3, third chainൽ slip stitch. റൗണ്ട് ഇവിടെ ഫിനിഷ് ആയി. നെക്സ്റ്റ് റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് 3 ചെയിനുള്ളിൽ ചെയിൻ 1 2 3, 1DC, 2DC, chain 1 2 3, same spaceൽ 3DC, 1DC, 2DC, 3DC, chain 1 2 3, ഈ ഒരു ഇതിൽ single crochet, chain 1 2 3, next chainൽ single crochet, chain 1 2 3, next DCയുടെ മുകളിൽ single crochet, chain 1 2 3, single crochet, chain 1 2 3, single crochet, chain 1 2 3, ഈ ഒരു ഇതിൽ chain 1DC, 2DC, 3DC, chain 1 2 3, 3DC, chain 1 2 3 4 5, 1DC, നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ 1DC, chain 1 2 3 4 5, നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ 3DC, 3 chain, 3DC. അതായത്
3DC 3 chain 3DC 5 chain ഈ ഒരു 5 ചെയിനിൽ നിന്ന് ഈ ഒരു പോർഷനിൽ 1DC നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ നിന്ന് 1DC ഇത് ഇതേപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് വരാം. ഇതിവിടെ ലാസ്റ്റ് ചെയിൻ 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഇത് ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചാണ്. ചെയിൻ 1 2 3 1DC 2DC chain 1 2 3 3DC 3 chain ഇതിൽ 3 ചെയിനിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3 നെക്സ്റ്റ് പോർഷനിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3 നെക്സ്റ്റ് 3 ചെയിനിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3 നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3 ഈ ഒരു 3 ചെയിനുള്ളിൽ 3 ചെയിനുള്ളിൽ 3DC 3 ചെയിൻ 3DC 5 ചെയിൻ 2 3 4 5 ഈ ഒരു പോർഷനിൽ 1DC ചെയിൻ 1 2 3 ഈ ഒരു പോർഷനിൽ DC ചെയിൻ 1 2 3 4 5 വീണ്ടും ഈ പോർഷനിലുള്ള 3DC 3 ചെയിൻ 3DC ഈ റൗണ്ട് ഇതേപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുക. ചെയിൻ 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. Round 24 chain 1 2 3 1DC 2DC chain 1 2 3 chain ഈ പോർഷനിൽ 1DC chain 1 2 3 3DC chain 3
single crochet, chain 1 2 3, single crochet, chain 1 2 3, single crochet, chain 1 2 3, ഈ പോർഷനിലുള്ള 3DC, 3 chain 3DC, chain 1 2 3, ഇതിൽ 3DC, chain 1 2 3 4 5, ഈ ഒരു പോർഷനിൽ 1DC, chain 1 2 3 4 5, നെക്സ്റ്റ് ഈ പോർഷനിൽ 1DC, chain 1 2 3 4 5, ഈ ഒരു പോർഷനിൽ 1DC, chain 1 2 3 4 5, ഈ പോർഷനിൽ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ 3DC, 3 chain 3DC, 1 2 3, 3DC, 1DC, 2DC, 3DC. ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 1 2 3, 1 2 3, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റിൽ ഈ ഒരു പോർഷനിലും സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 25, chain 1 2 3, 1DC, 2DC, 3 chain, 2DC. ഈ ഒരു 3 ചെയിൻ്റെ പോർഷനിൽ 1DC, 2DC, 1 2 3, 3DC, chain 1 2 3, ഈ ഒരു പോർഷനിൽ 1 single crochet, 1 2 3, നെക്സ്റ്റിൽ single crochet, chain 1 2 3, ഇതിൽ 3DC, 3 chain 3DC, one 2 3, 3DC. നെക്സ്റ്റ് ഈ ഒരു പോർഷനിലാണ് ഓരോരോ ഇതിലും നമ്മൾ 5 ചെയിൻ വീതം ചെയ്യണം. 1 2 3 4 5, 1DC, 1 2 3 4 5, ഈ ഒരു പോർഷനിൽ 1DC, 1 2 3 4 5, ഈ ഒരു പോർഷനിൽ 1DC, 1 2 3 4 5, ഈ 5 ചെയിനിൽ 1DC, 1 2 3 4 5, ഇതിൽ 3DC, 3 ചെയിൻ,
3DC. ബാക്കിയൊക്കെ പഴയതുമാണ്. ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്തേങ്ങനെ. ഇവിടെ ഇത്തിരി വലുതായിട്ടിരിക്കാൻ വേണ്ടിയാണ് DC ചെയ്തേക്കുന്നത്. ഈ രണ്ട് പൈനാപ്പിളിൻ്റെ മിഡിലുള്ള ഈ പോർഷനിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വ്യത്യാസം വരുത്തണം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് ചെയിൻ 1 2 3 ഈ ഒരു ഇതിൽ സിംഗിൾ ക്രോഷ്യ 1 2 3 നെക്സ്റ്റിൽ 1 more സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 26 ചെയിൻ 1 2 3 1 DC 2 DC 3 chain 3 DC. Chain 1 2 3 4 5 ഈ ഒരു പോർഷനുള്ള 3 DC 3 chain 3 DC. One 2 3 3 DC. Chain 1 2 3 നെക്സ്റ്റ് ഈ ഒരു ഇതിൽ ഈ പൈനാപ്പിൾ ആകെ ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3 നെക്സ്റ്റ് ഈ 3 DC 3 ചെയിനിൽ 3 DC 1 2 3 നെക്സ്റ്റ് ഇതിൽ 3 DC. നെക്സ്റ്റ് ഈ ഒരു ഇതാണ് വരുന്നത്. ഇതിൽ നമ്മൾ ചെയിൻ 1 2 3 4 5 1 DC ചെയിൻ 1 2 3 4 5 നെക്സ്റ്റ് 5 DCയുടെ പോയിന്റിൽ 1 DC ചെയിൻ 5 നെക്സ്റ്റ് ഈ പോർഷനിൽ 1 DC ചെയിൻ 1 2 3 4 5 നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ 1 DC ചെയിൻ 1 2 3 4 5 നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ DC. ചെയിൻ 1 2 3 4 5 നെക്സ്റ്റ് ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തുകൊണ്ട് 3 DC 3 ചെയിൻ 1 2 3 3 DC. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് ആണ്. ചെയിൻ 1 2 3
single crochet, chain 1 2 3, 1 2 3, third chainൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നമ്മുടെ ഈ റൗണ്ട് ഇവിടെ ഫിനിഷായി. നെക്സ്റ്റ് റൗണ്ട് 27. നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 2 3, 1 DC, 2 DC, ചെയിൻ 1 2 3, ഈ ഒരു സെയിം സ്പേസ് തന്നെ 3 DC. ചെയിൻ 1 2 3 4 5. നെക്സ്റ്റ് ഈ ഒരു സ്പേസിൽ 1 DC, 2 DC, 3 DC. 1 2 3 ചെയിൻ, സെയിം സ്പേസിൽ തന്നെ 3 DC. നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും 3 DC, 3 ചെയിൻ, 3 DC. ചെയിൻ 1 2 3 4 5, ഈ ഒരു 5ൻ്റെ സ്പേസിൽ DC, ചെയിൻ 1 2 3 4 5 DC, 1 2 3 4 5 DC. നമ്മൾ ലാസ്റ്റ് റൗണ്ട് ചെയ്ത പോലെ തന്നെ ഇതേപോലെ എല്ലാ സ്പേസിലും 5 ചെയിൻ DC അങ്ങനെ ചെയ്ത് ഈ ഒരു റൗണ്ട് 27 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആകെ നമ്മളിവിടെ ഈ ഒരു പൈനാപ്പിൾ ഒന്ന് ക്ലോസ് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ സെയിം അതേപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് ആണ്. ഇവിടെ 3 DC, 3 ചെയിൻ, 3 DC ചെയ്തിട്ടുണ്ട്. ഇനി 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 28, സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ ഒരു പോർഷനുള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 2 3, ചെയിൻ 1 2 3 4 5 ചെയിൻ. ഈ ഒരു പോർഷനിൽ DC. ഇവിടെ ടോട്ടൽ 8 ചെയിൻ ആണ്. ഈ 3 ചെയിൻ 1 DC ആയിട്ട് കണക്കാക്കും. ചെയിൻ 1 2 3 4 5 4 5. നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ 1 DC, ചെയിൻ 1 2 3 4 5. നെക്സ്റ്റ് ഈ പോർഷനിൽ 1 DC, ചെയിൻ 1 2 3 4 5. നെക്സ്റ്റ് ഇതിൽ DC, ചെയിൻ 1 2 3
4 5. ഇത് ലാസ്റ്റ് റൗണ്ടാണ് നമ്മുടെ. എത്ര റൗണ്ട് വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഫുള്ളും ചെയ്തിട്ട് വരാം ഇങ്ങനെ. അപ്പോൾ ഇതൊരു മെഷ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതേ ഒരു ഇതിൽ വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റാണ്. ചെയിൻ 1 2 3 4 5 1 DC 1 2 3 4 5. തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1. ഞാൻ കട്ട് ചെയ്യാം. നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ എത്ര വേണേലും കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇതോടുകൂടി ഇത് നിർത്തുവാണ്.